ഓഗസ്റ്റിൽ ഗംഭീര ചിത്രങ്ങളെല്ലാം റിലീസിന് റെഡി ആയിട്ടുണ്ട്, ഓണച്ചിത്രങ്ങളായിട്ട്. പക്ഷെ ഇനി ജൂലൈയിൽ ഇറങ്ങുന്ന ചെറുതും വലുതുമായിട്ടുള്ള ചിത്രങ്ങളുണ്ട്. ഇപ്പൊ ജൂലൈ 16-ാം തീയതി ഇറങ്ങുന്ന ചിത്രമാണ് വരവ്. ഷാജി കൈലാസ്, ജോജു ആദ്യമായിട്ട് ഒന്നിക്കുന്നു. ട്രെയിലർ കാണുമ്പോൾ തന്നെ അറിയാം ഒരു ഇടിപ്പടമാണ്. അതിന്റെ പ്രസ് മീറ്റിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ജോജു പറഞ്ഞിട്ടുണ്ട് ഇടിപ്പടം തന്നെയാണ് വരവ്. കാരണം ഇനി ഷാജി കൈലാസിന് നല്ല മേക്കിങ്ങും ടെക്നിക്കൽ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ ഒരു സൂപ്പർ ഹിറ്റ് ഒക്കെ ആയേക്കാം. എന്തായാലും ജോജു ഷാജി കൈലാസിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എന്താണോ അത് തിയേറ്ററിൽ കിട്ടിയാൽ തന്നെ പടം അത്യാവശ്യം നല്ല പടമായി മാറാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇനി ജൂലൈ 17 ഒഡീസി ഒരു ഹോളിവുഡ് ചിത്രമാണെങ്കിലും ക്രിസ്റ്റഫർ നോളന്റെ ചിത്രങ്ങൾക്കൊക്കെ ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും ഒക്കെ അത്യാവശ്യം ഓഡിയൻസ് ഉണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ചിത്രങ്ങളൊക്കെ ഒരു വേറിട്ട് നിൽക്കുന്ന ചിത്രങ്ങളാണ്, വ്യത്യസ്ത ചിത്രങ്ങളാണ്, ഗംഭീര മേക്കിംഗ് ആണ്. ഇതൊക്കെ കൊണ്ട് തന്നെ ആൾക്കാർ പ്രത്യേകിച്ച് സിനിമാ പ്രേമികൾ ഒരുപാട് കാണാൻ ഇഷ്ടപ്പെടുന്ന ചിത്രം തന്നെയാണ് ഈ ക്രിസ്റ്റഫർ നോളന്റെ ചിത്രങ്ങൾ. അന്നേരം ഒഡീസി കാണാൻ ആൾക്കാർ എന്തായാലും തിയേറ്ററിൽ പോകും. ഗംഭീര തിയേറ്ററുകളിലായിരിക്കും ഇത് പോയി കാണേണ്ട ചിത്രം, കാരണം അതുപോലെ ആയിരിക്കും എടുത്തു വെച്ചേക്കുന്നു. ഇനി 24-ന് വിജയുടെ ജനനായകൻ റിലീസാണ്, വേൾഡ് വൈഡ് റിലീസാണ്. വിജയ് മുഖ്യമന്ത്രിയായി. നേരത്തെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വന്ന് ഈ പറഞ്ഞ പോലെ ടെലിഗ്രാമിലും ഒക്കെ വന്ന ചിത്രമാണെങ്കിലും വിജയ് ആരാധകർ എന്തായാലും ജനനായകൻ തിയേറ്ററിൽ തന്നെ പോയി കാണുമെന്ന്, വീണ്ടും ഒന്നുകൂടെ എന്തായാലും പോയി കാണുമെന്നുള്ളത് ഉറപ്പാണ്. 24-ാം തീയതി, ജൂലൈ 24-ാം തീയതിയാണ് ജനനായകൻ വരുന്നത്. ജൂലൈ 31 ഉന്മാദം, കുഞ്ചാക്കോ ബോബന്റെ പോലീസ് കഥാപാത്രമാണ്. ഇത് ഈ ട്രെയിലർ അത്യാവശ്യം നല്ലൊരു ട്രെയിലറായിരുന്നു. പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. അതുപോലെ തന്നെ പ്ലൂട്ടോ, ഒരു സയൻസ് ഫിക്ഷൻ കോമഡിയൊക്കെ വരുന്ന ഒരു പടമാണ്. നീരജ് മാധവും മഞ്ജു വർഗീസും ഒക്കെ ഉള്ള സിനിമ. ഇതാണ് 31-ാം തീയതി. ഇതിനകത്ത് ഏതൊക്കെ ആയിരിക്കാം ചിലപ്പം ഗംഭീര ഹിറ്റ് ആകുന്നത്. ഇതിനിടയിൽ കുറച്ച് അല്ലാത്ത ചിത്രങ്ങളൊക്കെ ഉണ്ട്. ജി മാർത്താണ്ഡൻ സംവിധാനം ചെയ്യുന്ന ഓട്ടം തുള്ളൽ പോലുള്ള സിനിമകളൊക്കെ ഉണ്ട്. എന്തായാലും ഏതായിരിക്കും ഏറ്റവും നല്ല കളക്ഷൻ കിട്ടുന്ന പടം? നിങ്ങൾ ഏത് പടം പ്രിഫർ ചെയ്യുന്നു? ഒന്നും പ്രിഫർ ചെയ്യുന്നില്ല, എല്ലാം ഒറ്റിരിക്കാൻ വേണ്ടി മാറ്റിയിരിക്കുക, അതോ തിയേറ്ററിൽ പോയി പടങ്ങൾ കാണും? എന്തായാലും നിങ്ങളുടെ കമന്റ്സ് ഉറപ്പായിട്ട് രേഖപ്പെടുത്തും.